സാധാരണയായി നമ്മുടെ ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ എൻക്വയറിക്ക് വേണ്ടി കസ്റ്റമർ വിളിക്കാറുണ്ട്. വിളിക്കുന്നവർക്കൊരു സംശയമുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്രജൈലായിട്ടുള്ള ഐറ്റംസ് നമ്മളെങ്ങനെ പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്തെടുക്കുന്നത് കസ്റ്റമർ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രജൈലായിട്ട് ഐറ്റംസ് എങ്ങനെയാണ് പാക്ക് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോഗച്ചിങ് പാക്കേജ് ആൻഡ് മൂവ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ബബിൾ റാപ്പാണ്. എല്ലാ കസ്റ്റമേഴ്സും പറയുന്ന ബബിൾ റാപ്പ് ഉണ്ടാവില്ലേ, ബബിൾ റാപ്പ് ഇല്ലേ എന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ ബബിൾ റാപ്പ് ഇട്ടാണ് നമ്മൾ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യുക. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഡൈനിങ് ടേബിൾ ഗ്ലാസ്, ടി വി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാം നമ്മൾ ബബിൾ റാപ്പ് ഇട്ട് തന്നെയാണ് പാക്ക് ചെയ്യാറ്. പിന്നെ വരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഫോം ഷീറ്റ്, കൊറിയേറ്റർ ഷീറ്റ് പറയും, അതായത് നമ്മുടെ കാട്ടൺ റോളിൻ്റെ ഒരു ഷീറ്റാണ്, അത് ഇട്ട് പാക്ക് ചെയ്യും. അതിൻ്റെ മുകളിൽ തിൻ ഫിലിമൊക്കെ ചെയ്ത് റാപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ, കുറച്ച് ദൂരത്തേക്ക് പോകേണ്ട വരുന്നു, ചിലപ്പോൾ വണ്ടി മാറി കയറേണ്ടി വരുന്നു, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ഇങ്ങനെയുള്ള പാക്കിങ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു കേരളത്തിനുള്ളിൽ തന്നെയുള്ള ഷിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഒരു റീയൂസബിൾ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഷീറ്റ് ഇട്ട്, അത് ബബിൾ ടാപ്പിനെക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ കെയർ കൊടുക്കുന്നുണ്ട് ആ ഷീറ്റ് എന്ന് പറയുന്നത്. ആ ഷീറ്റ് വെച്ച് പാക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യുന്നത്. ഫർണിച്ചർ, പിന്നെ വലിയ ഐറ്റംസ്, ഈ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു വീട്ടിലുള്ളത് ചെറിയ ഐറ്റംസ് ആണ്. ചെറിയ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഷോക്കേസ് ഐറ്റംസ് ഉണ്ടാവും, ക്ലോത്ത്സ് ഉണ്ടാവും, പിന്നെ കിച്ചണിലെ കുറച്ച് പാത്രങ്ങൾ, പൊട്ടുന്ന ഗ്ലാസ് ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോക്സ് ഉണ്ടാവും, ബോക്സിൽ വേണം പാക്ക് ചെയ്യാൻ എന്തായാലും. ബോക്സ് ഉണ്ടാവും, ബോക്സിലേക്ക് ന്യൂസ് പേപ്പറിലോ ബബിൾ റാപ്പിലോ പൊതിഞ്ഞിട്ട്, അതായത് പൊട്ടുന്ന ഐറ്റംസ്, ഗ്ലാസ് ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് നമ്മൾ ബോക്സിലേക്ക് ആക്കാറാണ് പതിവ്. എന്നിട്ട് വ്യക്തമായി ലേബൽ ചെയ്യണം അതിൽ. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വീട്ടിലാണെങ്കിൽ ഒരു 10-15 ബോക്സ് ഒക്കെ ഉണ്ടാവും ഒരു പാക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഈ സാധനങ്ങൾ വെറുതെ കുറച്ച് ബോക്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ച് നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ ലേബൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് കസ്റ്റമറിന് അത് കണ്ടുപിടിക്കാനും പറ്റും. സപ്പോസ് ഇപ്പോൾ ഒരു കൊച്ചിന് എന്തെങ്കിലും ഫുഡോ ബിസ്ക്കറ്റ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരുന്നു, നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് പ്രൊവിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേബൽ ചെയ്ത് വെച്ചാൽ വളരെയധികം ഗുണകരമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ്.